രാവിലെ എനിക്ക് നല്ല ചുമയും പനിയും. അന്നത്തെ ടോക്കൺ എടുത്തിരിക്കുകയാണ്. കാണിക്കാൻ ഇവിടെ ഇരിക്കുകയാണ്. രാവിലോട്ട് ചിയാപ്പിക്ക് നല്ല പനിയും ചുമയായിരുന്നു കേട്ടാ. നമ്മളെവിടെ വന്നിരിക്കണേ? ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. താത്തയോ? താത്ത ഇവിടെ ഇരിക്കുന്നുണ്ട്. താത്താന്റെ പല്ല് പറിക്കണമെന്നൊക്കെ സംശയമുണ്ട് കേട്ടോ നമുക്ക്. താത്താക്ക് നല്ല ാണ്. അതുകൊണ്ട് എല്ലാ പല്ലും പറിക്കുന്ന സംശയം. എന്റെ പല്ല് കാണിച്ചു. അവളുടെ പല്ല് പറിച്ചത് കാണിച്ചു. കുറച്ചൊക്കെ പോയി ഇതുവരെയായിട്ട് കുറച്ച് എൻ്റെ ടോക്കൺ നമ്പർ 5616. എന്താണെന്നറിയില്ല, പുറത്ത് എപ്പോഴും എന്തെങ്കിലും തിന്നാൻ തോന്നും. എന്ത് തിന്നാനാ തോന്നുന്നു? ഷവർമ്മയാ? അപ്പൊ എനിക്കില്ലെന്ന് എനിക്കാ. അവൾക്ക് നല്ല പിസയും ബ്രോസ്റ്റും കഴിക്കാൻ തോന്നുന്നു നമ്മൾ പറയുന്നേട്ടാ. പക്ഷെ അത് രണ്ടും ബർഗറും നല്ല ടേസ്റ്റ് ആയിരുന്നു. അവൾക്ക് ബർഗറൊക്കെ തിന്നാൻ തോന്നുന്നു. ഇനി ഇത് ചാപ്പി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും കേട്ടോ. നോക്കിനവിടെ 44. അവളുടെ പല്ല് ഈ റൂം കണ്ടിട്ട് എനിക്ക് പേടിയാണ് കേട്ടോ. അവൾക്ക് ആ റൂം കാണുമ്പോൾ പേടിയാണ്. അവിടെ പല്ല് വലിച്ചത് ഇവിടുന്നാണെന്നാണ് പറയുന്നത്. ഈ റൂമിൽ എന്താ എടുക്കേണ്ടതെന്ന് പറയാൻ മാത്രമേ എന്തെങ്കിലും താഴ്ത്തിക്ക് എന്ത് ഈ റൂമില്ലേ നമ്മുടെ പറയും എന്താ എടുക്കേണ്ടത് പറയും താഴ്ത്തി അങ്ങനെയില്ല, പല്ല് പറിച്ചിട്ട് താഴ്ത്തി. അത് കുട്ടികളെ പാടാണ്. അവിടെ കുട്ടികളെ പാടിലാകുമ്പോൾ നോക്കിയിട്ട് വിടും. ഇവിടെ പല്ല് പറിച്ചിട്ടേ വിടുള്ളൂ എന്നാ പറയുന്നത്. അപ്പോ അവളുടെ ഡ്രസ്സ് മീഷോന്ന് വാങ്ങിയതാണെന്നാ പറയുന്നേട്ടാ. കാണിക്ക് ഡ്രസ്സ് കാണിക്ക്. ഇങ്ങോട്ട് ചെരുപ്പ് കാണിച്ചു കൊടുക്ക്. ചെരുപ്പ് നല്ല രസമുണ്ടല്ലോ ചെരുപ്പ്. ആര്? നീ അവിടെ അലമാരി വെക്കാൻ വാങ്ങിയല്ലേ? പല ദിവസം പോകുമ്പോൾ ഇട്ട ചെരുപ്പാണ്. ഇതിങ്ങനെയായിട്ട് ഒന്നും പറ്റിയിട്ടില്ല. ഇപ്പം അയാൾ സ്കൂളിലേക്ക് പഠിച്ചായിട്ട് ഇട്ടുകൊണ്ടാണ്. ഡെയിലി ഇതെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒരു ചെരുപ്പ് ഇട്ടിട്ടില്ല. കല്യാണത്തിനൊക്കെ വേറെ ഏതെങ്കിലും ചെരുപ്പ് ഇട്ടുള്ളൂ. അപ്പോൾ വാങ്ങിച്ചത് കല്യാണത്തിന് മാത്രമൊക്കെ ഇതേപോലത്തെ ചെരുപ്പ് എനിക്ക് കല്യാണത്തിന് ചേട്ടൻ ഇപ്പോൾ കാണിച്ചത്. അതേപോലത്തെ ചെരുപ്പാണ് എനിക്ക് കല്യാണത്തിന് വാങ്ങിച്ചത്. ഞാനത് ചെരുപ്പാണ് കുഞ്ഞുമാരുടെ കല്യാണത്തിന് ഇട്ടു. പിന്നെ വിചാരിച്ചു സ്കൂൾ വർഷം മുമ്പ് സ്കൂൾ വർഷം മുമ്പ് കറുപ്പിടാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ ഡോക്ടറെയൊക്കെ കാണിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.